നമസ്കാരം. തെന്നാലി രാമൻ കഥകൾ രണ്ടാമത്തെ കഥ. വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. രാമൻ യുവാവായിട്ടുണ്ട്. അവന് ഉത്കടമായ ആഗ്രഹങ്ങളുണ്ടിപ്പോൾ. വിജയനഗരത്തിൽ ചെല്ലണം. കൃഷ്ണദേവരായരുടെ പ്രീതി സമ്പാദിക്കണം. ചക്രവർത്തിയുടെ അന്തേവാസിയായി ജീവിക്കണം. പക്ഷേ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രമായോ? ഭാഗ്യം അനുഗ്രഹിക്കുക കൂടി വേണമല്ലോ. രാമൻ വിവാഹം കഴിച്ചു. ഒരു ആൺകുട്ടിയുടെ പിതാവുമായി. എന്നിട്ടും പഴയ ആഗ്രഹത്തിന് ഒരു കുറവും ഉണ്ടായില്ല. ഒരു ദിവസം രാമന് ഒരു വർത്തമാനം കിട്ടി. രാജപുരോഹിതൻ മംഗലഗിരിയിൽ വന്നിരിക്കുന്നു. ആ സന്ദർഭം തികച്ചും പ്രയോജനപ്പെടുത്തണം. അതിനായി രാമൻ്റെ പ്രയത്നം. രാജപുരോഹിതൻ ചക്രവർത്തിയുടെ ബഹുമാനം ആർജിച്ച ആളാണ്. അദ്ദേഹം വിചാരിച്ചാൽ തന്നെ ചക്രവർത്തിക്ക് പരിചയപ്പെടുത്താം. മംഗലഗിരി തെന്നാലിക്കടുത്താണ്. അവിടുത്തെ ക്ഷേത്രത്തിൽ കുറേ നാൾ ഭജനമിരിക്കണം. അതിന് വന്നതാണ് രാജപുരോഹിതൻ. രാമൻ അദ്ദേഹത്തെ കണ്ടു. സകലതും പറഞ്ഞു. തന്ത്രശാലിയായിരുന്നു പുരോഹിതൻ. തൻ്റെ ജോലികളെല്ലാം ചെയ്യാൻ ഇവൻ കൊള്ളാം. രാമൻ വേണ്ടതെല്ലാം ശ്രദ്ധയോടെ ചെയ്തു കൊടുത്തു. പിന്നീടാണ് ലിംഗപുരാണം എന്ന കൃതി വായിച്ചു കേൾപ്പിച്ചത്. ദേവിയുടെ അനുഗ്രഹം ലഭിച്ചിരുന്നല്ലോ രാമന്. വികടകവിയും കവിയുമായി തീർന്നിരുന്നു അയാൾ. സ്വന്തമായി എഴുതിയതാണ് ലിംഗപുരാണം എന്ന കാവ്യം. ഓഹോ, ഇയാൾ കവിയാണല്ലേ. ഒന്നാം തരമാണ് കവിത. പാണ്ഡിത്യവും പ്രതിഫലിച്ചിട്ടുണ്ട് കവിതയിൽ. രാജപുരോഹിതന് അതിയായ അസൂയ തോന്നി. ഇയാളെ പറഞ്ഞു പറ്റിക്കുക തന്നെ. അതായി അദ്ദേഹത്തിൻ്റെ നിശ്ചയം. ചക്രവർത്തിക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. രാമൻ അപേക്ഷിച്ചു. തീർച്ചയായും അത് ചെയ്യാം. പക്ഷെ ഒന്നുണ്ട്, ഞാൻ ഇവിടം വിടുന്നതുവരെ എൻ്റെ ജോലികൾക്ക് അമാന്തം കാണിക്കരുത്, പുരോഹിതൻ പറഞ്ഞു. ഏറ്റവും ശുഷ്കാന്തിയോടെ രാമൻ വിടുപണികൾ ചെയ്തുകൊണ്ടിരുന്നു. രാമ, ഞാനിതാ മടങ്ങിപ്പോവുകയാണ്. താമസിയാതെ ഞാൻ നിനക്ക് ആളയക്കാം. അപ്പോൾ കൊട്ടാരത്തിലേക്ക് വരണം കേട്ടോ. എല്ലാം ശരിപ്പെടുത്താം, നീ വിഷമിക്കണ്ട, ഒരു ദിവസം പുരോഹിതൻ പറഞ്ഞു. അദ്ദേഹം മംഗലഗിരിയിൽ നിന്ന് യാത്രയായി. അന്നു മുതൽ രാമൻ അക്ഷമയോടെ കാത്തിരിപ്പ് തുടങ്ങി. നാളുകൾ അനേകം കഴിഞ്ഞു. പുരോഹിതൻ്റെ ആൾ വന്നില്ല. തന്നെ അദ്ദേഹം പറ്റിച്ചു. ആ ബോധം രാമനുണ്ടായി. ആട്ടെ, തക്ക സമയത്ത് പ്രതികാരം അനുഷ്ഠിക്കാം. തൽക്കാലം സ്വപ്രയത്നം കൊണ്ട് കാര്യം നേടുക തന്നെ. അമ്മ, ഭാര്യ, മകൻ 3 പേരെയും കൊണ്ട് രാമൻ യാത്ര തിരിച്ചു. രാജധാനിയായിരുന്നു ലക്ഷ്യം. വളരെ ദുർഘടമായ യാത്രയായിരുന്നു. അനേക ദിവസം വേണ്ടി വരികയും ചെയ്തു. വല്ലവിധവും വിജയനഗരത്തിൽ എത്തിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ഒരു ചെറിയ വീട്ടിൽ ആ കുടുംബം പാർപ്പു തുടങ്ങി. രാമൻ രാജപുരോഹിതൻ്റെ ഗൃഹത്തിലേക്ക് പോയി. എന്നിട്ട് ഒരു ഭൃത്യനെ കണ്ടു. തെന്നാലിയിൽ നിന്ന് വന്ന രാമനാണ് ഞാൻ. എനിക്ക് നിങ്ങളുടെ യജമാനനെ കാണണം, രാമൻ പറഞ്ഞു. ഭൃത്യൻ രാജപുരോഹിതനെ വിവരമറിയിച്ചു. അങ്ങനെ ഒരാളെ ഞാൻ അറിയില്ല. എനിക്ക് അയാളെ കാണുകയും വേണ്ട, ഹൃദയശൂന്യനായ രാജപുരോഹിതൻ ഭൃത്യനോട് പറഞ്ഞു. ഭൃത്യൻ രാമനെ കണ്ട് നടന്നത് അറിയിച്ചു. രാമൻ നേരെ അകത്തേക്ക് പോയി. രാജപുരോഹിതൻ്റെ മുമ്പിലെത്തി. അനേകം സന്ദർശകന്മാരും വന്നിട്ടുണ്ട്. മഹാത്മൻ, അങ്ങ് മംഗലഗിരിയിൽ ഭജനത്തിന് വന്നല്ലോ. അപ്പോൾ അങ്ങയെ പരിചരിച്ച രാമനാണ് ഞാൻ. അങ്ങ് എന്നോട് പറഞ്ഞത് ഓർമ്മിക്കുന്നുണ്ടായിരിക്കും, രാമൻ പറഞ്ഞു. രാജപുരോഹിതൻ ക്രുദ്ധഭാവത്തിൽ ഭൃത്യനെ വിളിച്ചു. ഞാൻ ഇയാളെ അറിയില്ല. ഇയാളെ അടിച്ചിറക്കി വിടുവിൻ, അദ്ദേഹം കൽപ്പിച്ചു. ഭൃത്യന്മാർ അനുസരിച്ചു. അവർ രാമനെ ബലം പ്രയോഗിച്ച് വെളിയിലാക്കി. കണ്ടു നിന്നവർക്ക് ചിരി വന്നു. ശരി, പുരോഹിതനെ ഒരു പാഠം പഠിപ്പിക്കണം. പക്ഷെ അതിനു മുമ്പ് ചക്രവർത്തിയുടെ അന്തേവാസിയാകണം. അതായിരുന്നു രാമൻ്റെ നിശ്ചയം. നന്ദി. കഥ തുടരും.